സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഡയറക്റ്റ് എവിഡൻസസ് ഫോർ എവല്യൂഷൻ ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് എവിഡൻസസ് ഫോർ എവല്യൂഷൻ. ഫസ്റ്റ് ഇൻഡയറക്റ്റ് എവിഡൻസ് ഓഫ് എവല്യൂഷൻ ഈസ് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. നമ്മൾ മോർഫോളജിക്കൽ അനാറ്റമിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കി കഴിയുമ്പോൾ രണ്ട് ഓർഗാനിസത്തിലെ ഹോമോലോഗസ് ടൈപ്പ് ഓഫ് ഓർഗാൻസും കാണാൻ പറ്റും, അനലോഗസ് ടൈപ്പ് ഓഫ് ഓർഗാൻസും കാണാൻ പറ്റും. എന്താണ് ഹോമോലോഗസ് ടൈപ്പ് ഓഫ് ഓർഗാൻസും എന്താണ് അനലോഗസ് ടൈപ്പ് ഓഫ് ഓർഗാൻസും നമുക്ക് നോക്കാം. ഹോമോളജി റെപ്രസെന്റ് ദ സെയിം ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ. ഒരു ഒറിജിനും ഒരേ സ്ട്രക്ചറും ഉള്ളതിന് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയും. അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഒറിജിൻ, ഡിഫറെന്റ് സ്ട്രക്ചർ, ബട്ട് സെയിം ഫങ്ഷൻ. സെയിം ഫങ്ഷൻ ആയിരിക്കും. എന്തിന്? അനലോഗിയില് ഡിഫറെന്റ് ഒറിജിനും സ്ട്രക്ചറും ആയിരിക്കും, പക്ഷെ സെയിം ഫങ്ഷൻ ആയിരിക്കും. ഇവിടെ സെയിം ഒറിജിൻ ആൻഡ് സെയിം സ്ട്രക്ചർ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് സാധാരണ ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും കാണുന്ന ഹോമോലോഗസ് ഓർഗൻസ് കാണുന്ന ഡൈവേർജന്റ് ടൈപ്പ് ഓഫ് എവല്യൂഷനിലാണ്. അതായത് ഇപ്പോൾ ഒരു ഓർഗാനിസം, ഞാൻ വരാം അതിനകത്തേക്ക്, അതിന്റെ എക്സാമ്പിൾസിലേക്ക് വരാം. അതിനു മുമ്പ് ജസ്റ്റ് എന്തുകൊണ്ടാണ് ഈ ഹോമോലോഗസ് ഓർഗൻസിന് ഡിഫറെന്റ് ഫങ്ഷൻസും ഒരേ സ്ട്രക്ചറും ഒറിജിനും ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. See here, ഞാനൊരു സെന്റർ ഓർഗാനിസം, this is the ancestor you just consider. This will be moving in different direction for their different requirement. അല്ലെ? ഇപ്പോൾ ഒരു ഓർഗാനിസം നമ്മൾ തന്നെ എടുത്തറിയാലോ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കൺട്രീസിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ the different the same ancestors from where when they produces large number of offspring, കുറെ population കൂടി കഴിയുമ്പോൾ they may be going in search of food into some other land. ഇതിന് നമ്മൾ ഡൈവേർജന്റ് ടൈപ്പ് ഓഫ് എവല്യൂഷൻ എന്ന് പറയും. അതായത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് അത് ഡൈവേർട്ട് ചെയ്ത് പല ഡയറക്ഷനിലേക്ക് പോവാണ് അല്ലെ. പല ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ they will be exposed with different types of habitat or they will be exposed with different types of climatic condition. അപ്പോ ഇവർക്ക് ഉള്ള എല്ലാത്തിന്റെയും ഈ എല്ലാ ഓർഗാനിസവും ഡൈവേർട്ട് ചെയ്തു പോകുന്ന എല്ലാ ഓർഗാനിസത്തിന്റെ ഓർഗൻസ് എങ്ങനെയായിരിക്കും? സെയിം ടൈപ്പ് ആയിരിക്കും. കാരണം എന്താ? അവരെല്ലാവരുടെയും പൂർവികർ ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ ആ പൂർവികര് ഒന്നായതുകൊണ്ട് അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ എന്തായിരിക്കും? ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷെ ഇവർ പല സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ആ പോയ സ്ഥലത്ത് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റണം. എന്നാൽ മാത്രമാണ് അവർക്ക് അവിടെ സർവൈവൽ ചാൻസ് ഉള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് ഉള്ള ഓർഗൻസ് വെച്ച് അത് പല തരത്തിൽ മോഡിഫൈ ചെയ്തിട്ട് പല ഫങ്ഷൻസ് ചെയ്യാൻ ശ്രമിക്കും. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെയിം ഒറിജിൻ ആൻഡ് സെയിം സ്ട്രക്ചർ, ബട്ട് ദാറ്റ് വിൽ ബി മോഡിഫൈഡ് ടു ഡു ഡിഫറെന്റ് ഫങ്ഷൻ. പല ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി മോഡിഫൈ ചെയ്യും. അതിനെയാണ് നമ്മൾ ഹോമോലോഗസ് ടൈപ്പ് ഓഫ് ഓർഗൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് പറയും? ഹോമോലോഗസ് ടൈപ്പ് ഓഫ് ഓർഗൻസ് എന്ന് പറയും. സോ ഹിയർ ഹോമോലോഗി, there we can see same origin and same structure, and that is seen in divergent evolution where the a single population from where the organism is migrating from a same point to different direction, they will be exposed with a different habitat or different climatic condition. To adapt in that climatic condition, they will undergo modification for the modification with their organs, which is existing organs. അവർക്ക് ഉള്ള ഓർഗൻസ് വെച്ചിട്ടാണ് അവർക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു പുതിയ സ്ഥലത്ത് എത്തി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പുതിയൊരു ഓർഗൻ ഉണ്ടാവുമൊന്നുമില്ല. ഉള്ള ഓർഗൻ ഇറ്റ് വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ് ദാറ്റ് വിൽ ടേക്ക് thousands of years. കുറേ വർഷങ്ങൾ കൂടിയിട്ടാണ് അത്രയും എവല്യൂഷൻ നടക്കുക. അതിന് നമ്മൾ എന്ത് പറയും? ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയും. ഡൈവേർജന്റ് എവല്യൂഷൻ, there we can see homology or we can see homologous organs. Okay, now we can see some examples for this homologous organs. ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, എഴുതുന്നില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം. See here, the arm of man, അതായത് മനുഷ്യന്റെ കൈയും അതുപോലെ the leg of horseന്റെ ലെഗും അതേപോലെ wing of a batന്റെ വിങ്ങും wing of a birdന്റെ വിങ്ങും flippers of a seal, these all flippers-ന്റെ സീലിന്റെ ഫ്ലിപ്പേഴ്സും ഇതിനൊക്കെ ഒരേ സ്ട്രക്ചറാണ്, ഒരേ ഒറിജിനാണ്. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. They have humerus, they have radius, they have ulna, they have the carpels, metacarpals, phalanges. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ബോൺസും അവർക്കുണ്ട്.
അതിൻ്റെ സ്ട്രക്ചറും ഒന്ന് തന്നെയാണ്, അതുപോലെ തന്നെ ഒറിജിനും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന ഫങ്ഷൻസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. മനുഷ്യൻ അവരുടെ ഫോറാം വെച്ചിട്ട് ഗ്രാസ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഹോഴ്സിൻ്റെ ലെഗ് വെച്ചിട്ട് അത് ഓടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വിങ്സ് ഓഫ് എ ബാറ്റ് പറക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. വിങ്സ് ഓഫ് എ ബേർഡ് പറക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഫ്ലിപ്പേഴ്സ് ഓഫ് എ സീൽ ദാറ്റ് ഈസ് ഫോർ സ്വിമ്മിങ് പർപ്പസ് അല്ലേ. അപ്പൊ ഈ ഓർഗാനിസംസ് എല്ലാം ഒരേ തരത്തിലുള്ള ഓർഗൻ ഇവോൾവ് ചെയ്തിട്ട് പല ഫങ്ഷൻസും ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ ഹോമോലോഗസ് organ. That is an example for homology. Okay, one example for that is for homology is that one. The next one, ഇത് homologous organs which is present in animals ആണ് ഞാൻ പറയുന്ന. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് വെർട്ടിബ്രേറ്റ് ഹാർട്ട് ആൻഡ് ബ്രെയിൻ. വെർട്ടിബ്രേറ്റിന്റെ ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നതും ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നതും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഒറിജിനും ഒന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ ഫംഗ്ഷൻ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെർട്ടിബ്രേറ്റ്സിന്റെയും ബ്രെയിൻ ഒരേപോലെയുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്, ഹാർട്ട് ഒരേപോലെയുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്, പക്ഷെ അതിന്റെ സ്ട്രക്ചറും ഒറിജിനും ഒരേപോലെ തന്നെയാണ്. അല്ലെ ഇപ്പൊ ആംഫിബിയൻസ് വെർട്ടിബ്രേറ്റ്സിൽ വരുന്നതല്ലേ, ഫിഷസ് വെർട്ടിബ്രേറ്റ്സിൽ വരുന്നതാണ്. പക്ഷെ ആംഫിബിയൻസിലും ഫിഷസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് മാത്രമേ പമ്പ് ചെയ്യണുള്ളൂ. അവർക്ക് സിംഗിൾ സർക്കുലേഷൻ നടക്കുന്നുള്ളൂ. ആംഫിബിയൻസിന്റെ കേസിലാണെങ്കിൽ പാർഷ്യൽ ഡബിൾ സർക്കുലേഷൻ ആണ്. അതായത് അവർക്ക് എന്താണ്, ആംഫിബിയൻസിനും റെപ്റ്റൈൽസിനും അങ്ങനെ തന്നെയാണ്, മിക്സഡ് ബ്ലഡ് ആണ് വെൻട്രിക്കിളിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇൻ ദ കേസ് ഓഫ് ബേർഡ്സ് ആൻഡ് മാമൽസ്, ബേർഡ്സിന്റെ കേസിലും മാമൽസിന്റെ കേസിലും അവർക്ക് ഓക്സിജനേറ്റഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡിന് സപ്ലൈ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോന്നിന്റെ ഫങ്ഷൻസ് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അതിന്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ ഒറിജിനും ഏകദേശം സിമിലർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ബ്രെയിനിന്റെ ഫങ്ഷൻ, ബ്രെയിനിന്റെ സ്ട്രക്ചറും ബ്രെയിനിന്റെ ഒറിജിനും ഒന്ന് തന്നെയാണ്, പക്ഷെ അവരുടെ ഫങ്ഷൻ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം, നമ്മളൊക്കെയാണ് ആലോചിച്ച് ചെയ്യുന്ന ആൾക്കാർ. അതായത് നമ്മൾ ബ്രെയിനിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെ ബ്രെയിനിലാണ് നമ്മൾ തിങ്ക് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുക. പക്ഷെ ലോവർ ഓർഗാനിസംസ് എന്നല്ല, പശു അല്ല അതുപോലെ ഡോഗ്സ് അതേപോലത്തെ ഉള്ള ഓർഗാനിസത്തിന് നമ്മുടെ അത്രയും കോൺഷ്യസ് ആവാൻ പറ്റില്ല അല്ലെ. എന്താന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ അത്രയും ആക്റ്റീവ് കണ്ടീഷൻ അല്ല, അവരെ അത്രയും ബ്രെയിൻ നമ്മുടെ പോലെ അത്രയും ഡെവലപ്പ് അല്ല. പക്ഷെ അതിന്റെ സ്ട്രക്ചറും ഒറിജിനും സെയിം തന്നെയാണ്, ഫംഗ്ഷൻ രണ്ട് തരത്തിലായിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് കണ്ടീഷൻ. അതേപോലെ മൗത്ത് പാർട്സ് ഓഫ് ഇൻസെക്ട്സിന്റെ മൗത്ത് പാർട്സ്, എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് കോക്രോച്ച്, ഹണി ബീ, മൊസ്കിറ്റോ. ഇതൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് അവർക്ക് മാക്സിലുണ്ട്, മാൻഡിബിൾ ഉണ്ട്, ലേബ്രോ ഉണ്ട്, ലേബിയോ ഉണ്ട്, ഇതൊക്കെ എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷെ നമുക്ക് കോക്രോച്ചിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന മൗത്ത് പാർട്സ് ബൈറ്റിങ്ങിനും ച്യൂയിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹണി ബീസിന്റെ കേസിലാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, chewing-നും lapping-നും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. chewing and lapping, for that the honey bees are using their mouth parts. mosquito എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, പിയേഴ്സിങ്ങിനും സക്കിങ്ങിനും വേണ്ടിയിട്ടാണ്. അതായത് തുളച്ച് കയറ്റി ഇങ്ങനെ വലിച്ചു ഊറ്റി കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മൊസ്കിറ്റോ ഒക്കെ അതിന്റെ മൗത്ത് പാർട്സ് യൂസ് ചെയ്യുന്നത്. സോ ഈവൻ ദോ ദെയർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ഈസ് സെയിം, their function is different. Okay, അതേപോലെ തന്നെ ടെസ്റ്റിസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ നോക്കിയാൽ അതും ഹോമോലോഗസ് ആണ്. കാരണം എന്താ, their structure and origin it is same, but we can say it's testis it will produce the sperm, and female it is ovary it produces the ovum in female. Okay, so that is the homologous structure which is present in certain animals. ഇതിനകത്ത് സാധാരണ ചോദിക്കാറുള്ള ഏതൊക്കെയാന്ന് വെച്ചാൽ ഫ്ലിപ്പേഴ്സും അതുപോലെ വിങ്സ് അതുപോലെ ഫോറാംസ് അല്ലെങ്കിൽ ലെഗ്സ്, ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. So that you have to study, that it has given in our textbook. The next one, it is homology in plants. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Homology in plants, first example they have given as the tendrils of cucurbita and the thorns of bougainvillea. ബോഗൺവില്ലയുടെ തോൺസും ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റയും അത് അനലോഗസ് ആണോ ഹോമോലോഗസ് ആണോ? ദാറ്റ് ആർ ഹോമോലോഗസ് ബിക്കോസ് അത് രണ്ടും സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്, രണ്ടിന്റെയും ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. ഒന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ നമുക്കറിയാം, കുക്കുംബറൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിടിച്ച് കയറി പോകാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ടെൻഡ്രിൽസ്. ബോഗൺവില്ലയുടെ തോൺസ് എന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. പക്ഷെ ഇത് രണ്ടും എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ്, ആക്സിലറി ബഡിന്റെ മോഡിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. സോ ദേ ബോത്ത് ആർ
homologous in their nature. Potato and ginger. Potato underground stem modification ആണ്. Ginger എന്താണ്? അതും underground stem modification ആണ്. So we can say these both are homologous structure. അതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ വന്നിട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ. പക്ഷെ അതിന്റെ സ്ട്രക്ചറും ഒറിജിനും സെയിം ആയതുകൊണ്ട് they are homologous structure. They both will help in storing the food. അതേപോലെ വേണമെങ്കിൽ നമുക്ക് പറയാം this ginger it will help in perenation also. അതായത് അൺഫേവറബിൾ കണ്ടീഷനിൽ സോയിലിന്റെ അടിയിൽ കിടന്നിട്ട് മുളയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ജിഞ്ചർ. ഓക്കെ, ദെൻ റാഡിഷും ക്യാരറ്റും റൂട്ടാണ്. അത് രണ്ടും എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ്? റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്. സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്, അതിന്റെ ഫംഗ്ഷനും ഒന്ന് തന്നെയാണ്. ഫുഡ് സ്റ്റോറേജ് ആണ് കേട്ടോ. അതേപോലെ നമുക്ക് കാണാൻ പറ്റും analogous structure. Analogous structure എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ okay, we will see next one. Analogous structure, there we can say different origin and structure but same function it will be having. എന്ന് പറഞ്ഞാൽ പല ഏരിയയിലുള്ള ഓർഗാനിസംസ്, അതായത് പല സ്ഥലത്തുള്ള ഓർഗാനിസംസ് ഓൾറെഡി their ancestors are different. അവരുടെ ancestors ഒക്കെ ഡിഫറെന്റ് ആണ്. ഇങ്ങനെ കുറെ ഗ്രൂപ്പ് ഓർഗാനിസംസ് കുറെ സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. These all organisms, if they are migrating in the same direction, ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ഡയറക്ഷനിൽ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ they are exposed to the similar type of habitat. അല്ലേ, ഇവരെ ഇങ്ങനെ ഇങ്ങോട്ട് പോയ പോലെ തന്നെ വേറെ ആരും ഇങ്ങോട്ട് വരില്ല എന്ന് പറയാൻ പറ്റില്ല. See here, these organisms it can be moved in this direction also, right? അപ്പൊ ഇവിടുന്ന് പല ഗ്രൂപ്പുള്ള ഓർഗാനിസം, അപ്പൊ നമ്മൾ അമേരിക്ക പോവാമെന്ന് കരുതി ചൈനക്കാരും അമേരിക്കയിൽ വരില്ല എന്നൊരു നിർബന്ധമില്ലേ, ചൈനക്കാരും വരും അമേരിക്കയിൽ അല്ലേ. അതേപോലെ ഡിഫറെന്റ് ഏരിയാസ് എന്നുള്ള ഓർഗാനിസംസ് ഒരു ഏരിയയിൽ കൂടുമ്പോൾ ആ ഡിഫറെന്റ് ആൻസസ്റ്റേഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തില് ഒരേ ഏരിയയിൽ ഒരു തരത്തിലുള്ള അഡാപ്റ്റേഷൻ ആയിരിക്കും നടക്കേണ്ടത്. അവർക്കുള്ള ഓർഗനെ വെച്ച് അവർ ആ പർട്ടിക്കുലർ കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള അഡാപ്റ്റേഷൻ ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ അവർ ചെന്ന് പെടുന്ന ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഹാബിറ്റാറ്റ് ആണെങ്കിൽ അവർക്ക് അവിടെ നീന്തണം. അപ്പൊ അവർക്ക് ഉള്ള ലെഗോ ആമോ അതെന്തെങ്കിലും എന്തായിട്ട് മാറും? ഫ്ലിപ്പേഴ്സ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അവർ വന്നേക്കുന്ന ഹാബിറ്റാറ്റ് അവിടെ പറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫ്ലൈയിങ് ടൈപ്പ് ഓഫ് നേച്ചറാണ് അവർക്ക് വേണ്ടതെങ്കിൽ ഈ പറയുന്ന ഫോർ ആംസ് ചിലപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവാം? വിങ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പലതരത്തിലുള്ള ഓർഗാനിസംസ് ആയതുകൊണ്ട് പലതരത്തിലുള്ള സ്ട്രക്ചർ ആയിരിക്കും ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. ഇതൊരു തരത്തിലെ കൺവെർജന്റ് എവല്യൂഷൻ ആണ് അല്ലെ. എല്ലാ ഓർഗാനിസംസും കൂടി ഒരു പോയിന്റിൽ ഒത്തുകൂടുന്നതിന് നമ്മൾ കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. There we can see the different organs of different organism which was formed from different ancestors. It will modify to do the same function. Okay, that is called as the analogous structure. ഈ അനലോഗസ് ഓർഗന് കുറെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. വിങ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്സ്. വിങ്സ് ഓഫ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ഒരു തരം ലെതറി ടൈപ്പ് ഓഫ് വിങ്സ് ആണ് ഇൻസെക്ട്സിന്റെ. എന്തിനു വേണ്ടിയിട്ടാണ്? പറക്കാൻ വേണ്ടിയിട്ടാണ്. വിങ്സ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? തൂവൽ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ബോൺസ് ഒക്കെ ഉള്ള കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ഫോർ ആംസ് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് വിങ്സ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫംഗ്ഷന്, ഒരേ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്, പറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. So we can say the wings of insects and wings of these birds, they are analogous organs. Along wings of bat, it is analogous organ. Now we can see another one, eye of octopus and eye of mammals. രണ്ടും കാണാൻ വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്, വിഷന് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. പക്ഷെ ഒക്ടോപ്പസിന്റെയും മാമൽസിന്റെയും ഐയുടെ സ്ട്രക്ചറും ഒറിജിനും ഡിഫറെന്റ് ആണ്, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ ഒന്നാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് അനലോഗസ് സ്ട്രക്ചർ. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻ ആൻഡ് ഡോൾഫിൻ. പെൻഗിന്റെയും ഡോൾഫിന്റെയും ഫ്ലിപ്പേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻ ആൻഡ് ഡോൾഫിൻ both are for swimming but its structure and function structure and origin it is different. അതുപോലെ sting of bee and scorpion. അതായത് സ്കോർപിയൻ കുത്തുന്ന ആ ഇതുണ്ടല്ലോ, അതായത് നമ്മൾ തേള് കുത്തില്ലേ ആ സാധനവും, അതുപോലെ തന്നെ തേനീച്ച കുത്തുന്ന ആ ഒരു സ്റ്റിങ്ങും, അത് രണ്ടും ഒരേ ഫംഗ്ഷനാണ് ചെയ്യുന്ന. ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ് രണ്ടും, പക്ഷെ അവരുടെ സ്ട്രക്ചറും ഒറിജിനും ഡിഫറെന്റ് ആണ്. അതേപോലെ പ്ലാന്റ്സിന്റെ കേസിലൊക്കെ അനലോഗസ് സ്ട്രക്ചർ നോക്കിയാൽ, ഇത് ആനിമൽസിന്റെ കേസിൽ അനലോഗസ് സ്ട്രക്ചറിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാണ്. ഇനി പ്ലാന്റ്സിന്റെ കേസിൽ അനലോഗസ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സി പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ. പൊട്ടറ്റോ എന്താണ്? സ്റ്റെമ്മാണ്.
സ്വീറ്റ് പൊട്ടറ്റോ എന്താണ്? റൂട്ടാണ്. ബോത്ത് ആർ മോഡിഫൈഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പോൾ അത് രണ്ടും എങ്ങനെയായിരിക്കും? അനലോഗസ് സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് പി, അത് സാധാരണ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് പി, they both are analogous structure because they are modified from the different structure. അവരുടെ ഡിഫറെൻറ്റ് സ്ട്രക്ചറിൽ നിന്ന് ഉണ്ടായതാണ്. അതായത് ഒന്ന് സ്റ്റെമ്മും ഒന്ന് ലീഫും ആണ് അല്ലേ. ടെൻഡ്രിൽ ഓഫ് ദിസ് വൺ പീ പ്ലാന്റ് എന്ന് പറയുന്ന ലീഫിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. So this is some examples for this analogous structure. An analogous structure, it is formed due to convergent evolution. Okay, analogous structure ഉണ്ടാക്കുന്ന convergent evolution വഴിയാണ്. So here we can say the homology and analogy which is present in different organism. Homology represent the common ancestor. Analogy, it does not show a common ancestor. രണ്ട് ഓർഗാനിസം എടുത്ത് അവർക്ക് ഹോമോലോഗസ് സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലായാൽ നമുക്ക് മനസ്സിലാക്കാം അവർ ഏതോ ഒരു സ്റ്റേജിൽ ഒരു കോമൺ ആൻസിസ്റ്ററിനെ പങ്കിട്ടിട്ടുണ്ട്. അതായത് ഒരു കോമൺ ആൻസിസ്റ്റർ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഏതോ ഒരു ഏജിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അനലോഗസ് സ്ട്രക്ചർ ആണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ഇതൊന്നും ഒരു എവല്യൂഷനിൽ ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് ഓർഗാനിസമാണ് അനലോഗസ് സ്ട്രക്ചർ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇൻഡയറക്റ്റ് എവിഡൻസ് ഓഫ് എവല്യൂഷൻ. ഇനി അടുത്ത ഇൻഡയറക്റ്റ് എവിഡൻസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് വെസ്റ്റീഗിയൽ ഓർഗൻസ് ആണ് കേട്ടോ. വെസ്റ്റീഗിയൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഓർഗൻസ് വിച്ച് ഈസ് not used but it was present in our ancestors. അതായത് നമ്മുടെ ആൻസസ്റ്റേഴ്സിൽ ഉണ്ടാവുകയും അവരെ യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഓർഗൻസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? വെസ്റ്റീഗിയൽ ഓർഗൻസ് എന്ന് പറയാം. ഇത് ഞാനിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റീഗിയൽ ഓർഗൻസ് ഏതാന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെസ്റ്റീഗിയൽ ഓർഗൻസ് ഇൻ ഹ്യൂമൻ. വെസ്റ്റീഗിയൽ ഓർഗൻസ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെതാ ഈ ഭാഗത്തുണ്ടാകുന്ന ഈ ഒരു മെംബ്രെയിൻ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതൊക്കെ ലോവർ ഓർഗാനിസത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ഇറ്റ് ഈസ് എ വെസ്റ്റീഗിയൽ ഓർഗൻ പ്രസന്റ് ഇൻ അവർ ബോഡി. എല്ലാവർക്കും ഉണ്ടാവില്ല. വളരെ ചെറുതായിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടാണ് നമുക്ക് അവിടെ അത് റിഡ്യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാതെ റിഡ്യൂസ് ചെയ്ത് പോയ ഒരു ഓർഗനാണ്. അതേപോലെ നമ്മുടെ കനൈൻ ടീത്ത്, ഈ പോയിന്റഡ് ആയിട്ടുള്ള ടീത്ത് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കാർണിവോഴ്സ്, അതായത് മാംസം കടിച്ചു കീറി തിന്നുന്ന ഓർഗാനിസത്തിന് അത് കടിച്ച് കീറി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീത്താണ് കാനൈൻ എന്ന് പറയുന്നത്. കാനൈൻ അത്രയും ഷാർപ്പ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാൻ ചില ആളുകളുടെ കാനൈൻ ഷാർപ്പായിട്ടിരിക്കുന്നുണ്ട്. എന്ന് കരുതി അവർ പച്ചമാംസം വലിച്ചു കീറി തിന്നുന്നുണ്ടോ? ഇല്ല. എന്നാലും ദാറ്റ് ഈസ് പാസ്ഡ് ഫ്രം ദ ആൻസസ്റ്റേഴ്സ്. നമ്മുടെ പൂർവികരുടെ അതായത് എവല്യൂഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ ഷാർപ്നെസ് കുറഞ്ഞു വന്നാണ്. പക്ഷെ എല്ലാവരിലും അത് അത്ര കുറഞ്ഞിട്ടില്ല എന്ന് മാത്രം. സോ ദാറ്റ് ഈസ് എ വെസ്റ്റീഗിയൽ ഓർഗൻ പ്രസന്റ് ഇൻ ഹ്യൂമൻ, ഷാർപ്പ് കാനൈൻ. ഓക്കെ, പിന്നെ തേർഡ് മൊളാർ ടീത്ത്. നമ്മൾ പറയില്ലേ നല്ല പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ ആ വിസ്ഡം ടീത്ത് വരും. വിസ്ഡം ടൂത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഇല്ലായികൊന്നുമില്ല. ഇപ്പൊ വിസ്ഡം ടീത്ത് എല്ലാവർക്കും വരുന്ന ഒരു നിർബന്ധവും ഇല്ല അല്ലേ. വിസ്ഡം ടൂത്ത് ഒരു എന്താ പറയാ മെച്ചുറായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പല്ലാണ്. അത് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് വന്നാൽ തന്നെ നമുക്ക് അത്രയും അറ്റത്തേക്ക് ചൂ ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ അവർ ആൻസസ്റ്റേഴ്സ് ടു ബ്ലോക്ക് ദ ഫുഡ് ഇൻ ദിസ് ഏരിയ ഇറ്റ് സെൽഫ്. ആ വിസ്ഡം ടൂത്ത് അവിടെ ഇരിക്കണോണ്ട് ഫുഡ് അതിന്റെ ബാക്കിലേക്ക് പോവാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആ വിസ്ഡം ടൂത്തിനൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കമ്പൽസറി ആയിട്ട് ഇല്ല എല്ലാവരിലും. സോ വി ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് എ വിസ്ഡം ടൂത്ത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ മൊളാഴ്സ് ഒക്കെ റിമൂവ് ചെയ്താണെങ്കിൽ ആ വിസ്ഡം ടൂത്ത് കുറച്ചും കൂടെ ഇങ്ങോട്ട് മൊളാറിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് ചൂയിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാനും പറ്റില്ല കേട്ടോ. ദാറ്റ് ഈസ് വാട്ട് ടു സേ കണ്ടീഷണൽ. ഇറ്റ് ഈസ് ലൈക്ക് whether if the molars are not present, then the wisdom tooth it will be used for chewing. Whatever it is, wisdom tooth it is considered as a vestigial organ. അതേപോലെ വേറെ എന്താണ് വെർമിഫോം അപ്പൻഡിക്സ്. വെർമിഫോം അപ്പൻഡിക്സ് നമുക്കറിയാം സീക്കം റീജിയനിൽ കാണുന്ന ഒരു എക്സ്ട്രാ ഗ്രോത്ത് ആണ് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ശരിക്കും ആ വെർമിഫോം അപ്പൻഡിക്സ് എടുത്ത് കളഞ്ഞാലും അത് ഇറ്റ് വിൽ നോട്ട് ഗിവ് എനി ബാഡ് എഫക്റ്റ് ടു അവർ ബോഡി. പക്ഷെ അത് അവിടെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലും, സ്വെല്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസും അപ്പൻഡിസൈറ്റിസിന് ചാൻസ് ഒക്കെ കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ vestigial organ in human.
അതേപോലെ നമുക്ക് കാണാം ദ മസിൽ ഓഫ് ഇയർ പിന്ന. നമ്മുടെ ഈ ഇയർ പിന്നയുടെ മസിൽ ശരിക്കും പറഞ്ഞാൽ ഈ ആനയൊക്കെ ഇങ്ങനെ ചെവി ആട്ടുന്ന കണ്ടിട്ടില്ലേ? ആനയൊക്കെ ചെവി ആട്ടുന്ന അതുപോലെ നമ്മൾ ഒരിക്കലും ചെവി ഇങ്ങനെ അനക്കാറില്ല. അല്ലെങ്കിൽ ഇപ്പൊ നായ്ക്കളൊക്കെ ഒച്ച കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങനെ ചെവി പൊക്കി പിടിക്കും. നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ചെവി ഇങ്ങനെ പൊക്കി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. ചില ആളുകൾക്ക് പിന്നീട് മൂവ്മെന്റ് ചെയ്യാൻ സാധിക്കും. മാക്സിമം ആളുകളിലും അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അത് കമ്പൽസറി അല്ല അങ്ങനത്തെ ഒരു മസ്കുലാർ മൂവ്മെന്റ് ഫോർ എസ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ വെസ്റ്റിജിയൽ ഓർഗൻ പ്രസന്റ് ഇൻ അവർ ബോഡി. ഹെയർ ഇൻ ബോഡി, നമ്മുടെ ബോഡിയിലെ ഹെയർ അതും ഒരു വെസ്റ്റിജിയൽ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെയറിന്റെ ആവശ്യം എന്ന് പറയാൻ ഇല്ല. പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ വസ്ത്രം ഉപയോഗിക്കാതിരുന്ന സമയത്ത് സൂര്യപ്രകാശം നേരെ നമ്മുടെ ബോഡിയിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന ഒരു അഡാപ്റ്റേഷനാണ് ഈ പറയുന്ന ബോഡി ഹെയർ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും വസ്ത്രമൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അപ്പോൾ ബോഡി ഹെയറിന്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ അവർ ബോഡി. അതുപോലെ നിപ്പിൾ ഇൻ ദ കേസ് ഓഫ് മെയിൽ ഒരിക്കലും എന്താ ലാക്ടേഷൻ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ദ നിപ്പിൾ. അതൊക്കെ ഒരു എന്താ പറയുക വെസ്റ്റിജിയൽ ഓർഗനായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ കോക്കിക്സ്, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഏറ്റവും അവസാനത്തെ ബോണാണ് കോക്കിക്സ് എന്ന് പറയുന്നത്. കോക്കിക്സ് എലോങ്ങേറ്റ് ചെയ്തിട്ടാണ് ടെയിൽ ആവുന്നത് അല്ലെ. ആ കോക്കിക്സ് ശരിക്കും നമുക്ക് എന്താണ്, നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ടെയിലില്ലല്ലോ. പക്ഷെ ദർ ആർ സം പീപ്പിൾ ഹു ഹാസ് ദിസ് ടെയിൽ ഡെവലപ്മെന്റ്. ടെയിൽ ഉള്ള ആളുകളും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ആക്ച്വലി, ബട്ട് ഇൻ സം പീപ്പിൾ ഇറ്റ് മേ ബി പ്രസന്റ്. കോക്കിക്സ് എന്ന് പറയുന്ന ബോൺ നമ്മുടെ ഉണ്ട്. കുറച്ച് ഇങ്ങനെ വെർട്ടിബ്രൽ കോളത്തിൽ നിന്ന് കുറച്ചും കൂടി താഴത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. നമ്മളിങ്ങനെ ഇരിക്കക്കുത്താലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് വീണങ്ങ് ഇരുന്ന് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബോണിന് ക്രാക്ക് വരുമോ അല്ലെങ്കിൽ ചതവ് വരുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് റിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. ബുദ്ധിമുട്ടല്ല, നമുക്ക് ഒരുപാട് എന്താ പറയുക ഇരിക്കാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. ആ കോക്കിക്സ് ബോണിന് ചതവ് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് അതിന്റെ ആവശ്യമില്ല, അത് റെഡ്യൂസ് ആയി പോയതാണ്. സോ ദീസ് ആർ ദ വെസ്റ്റിജിയൽ ഓർഗൻസ്. അപ്പൊ ഈ വെസ്റ്റിജിയൽ ഓർഗൻസ് ഉള്ള ഓർഗാനിസത്തിനെയും ഇല്ലാത്ത ഓർഗാനിസത്തിനെയും അല്ലെങ്കിൽ റെഡ്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൻസെസ്ട്രൽ ഹിസ്റ്ററി എവിടെയോ അവർ പങ്കിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അനദർ വാട്ട് ടു സേ indirect evidence of evolution seen in the organism. ഇനി നമ്മൾ വേറെ എന്താണെന്ന് വെച്ചാൽ ബയോകെമിക്കൽ എവിഡൻസസ് നോക്കാം. അതായത് ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും അതൊരു ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ് എവല്യൂഷണറി ഹിസ്റ്ററിയിൽ കേട്ടോ. ദാറ്റ് ഈസ് പ്രോട്ടോപ്ലാസം ഒരേപോലെയുള്ളത്, അല്ലെങ്കിൽ ബ്ലഡിന്റെ കണ്ടന്റ്, എൻസൈം, ATP മോളിക്യൂള്, ഡി എൻ എയുടെ മാച്ചിങ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് മോളിക്കുലാർ ലെവലിൽ എത്രമാത്രം സിമിലാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ എന്താണ് എവല്യൂഷനെ കാണിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് എംബ്രിയോളജിക്കൽ സപ്പോർട്ട്, എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. അത് ചില ഓർഗാനിസത്തിന്റെ എംബ്രിയോ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ തരത്തിലുള്ള എംബ്രിയോ തന്നെ പല ഓർഗാനിസത്തിലും നമ്മൾ കാണാറുണ്ട് അല്ലെ. അതായത് ഗിൽസ് ഉള്ള ഓർഗാനിസം, ഗിൽസ് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ആ ഓർഗാനിസത്തിന് ഡിസപ്പിയർ ആയി പോകുന്നതാണ്. അതേപോലെ അങ്ങനത്തെ പല എംബ്രിയോളജിക്കൽ സ്റ്റേജിൽ സിമിലാരിറ്റി ഷെയർ ചെയ്യുന്ന ഓർഗാനിസത്തിനെ നമുക്ക് പറയാം ആൻസെസ്ട്രൽ ഹിസ്റ്ററി എവിടെയോ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ എംബ്രിയോളജിക്കൽ സ്റ്റേജിൽ അവർ ഒരേപോലെ ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതേപോലെ എവിഡൻസസ് ഫ്രം ദ കണക്റ്റിംഗ് ലിങ്ക്, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എഴുതി തരാം, യു ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. This used to ask in the examination. There are some connecting link which is present in between the organisms. Virus, it is a connecting link between living and non-living. ലിവിങ്ങിന്റെയും നോൺ ലിവിങ്ങിന്റെയും ഇടയ്ക്കുള്ള ഒരു കണക്ഷൻ ലിങ്ക് ആണ് വൈറസ് എന്ന് പറയുന്നത്. അതേപോലെ വി ക്യാൻ സി യൂഗ്ലീന, ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്രോട്ടിസ്റ്റ ആൻഡ് പ്ലാന്റ്സ് ഓർ ആനിമൽസ്. പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് ആയിട്ട് പ്രോട്ടിസ്റ്റനെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് ലിങ്ക് ആണ് യൂഗ്ലീന എന്ന് പറയുന്നത്. പ്രോട്ടറോസ്പോഞ്ചിയ, ഇത് കണക്ട് ചെയ്യുന്ന പ്രോട്ടോസോവനെയും പോറിഫെറേനെയും തമ്മിലാണ് കേട്ടോ. പ്രോട്ടോസോവ ആൻഡ് പോറിഫെറ ആർ കണക്റ്റഡ് ടുഗദർ ബൈ പ്രോട്ടറോസ്പോഞ്ചിയ. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നിയോപിലിന, it connect the annelid and mollusk. അനലിഡേനെയും
മൊളസ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് നിയോപിലിന. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ പെരിപാറ്റസ്. Peripatus is a connection link between annelid and arthropoda. അനലിഡും ആർത്രോപോഡയും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് പെരിപാറ്റസ് എന്ന് പറയുന്നത്. അതുപോലെ ആർക്കിയോപ്റ്റെറിക്സ്. ആർക്കിയോപ്റ്റെറിക്സ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എന്താണ്? കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ reptiles and birds, അല്ലേ? Then balanoglossus. കോഡേറ്റും നോൺ കോഡേറ്റും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആണ്. കോഡേറ്റ് ആൻഡ് നോൺ കോഡേറ്റും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആണ് ബലാനോഗ്ലോസസ് എന്ന് പറയുന്നത്. അതേപോലെ ഖൈമീറ. കാർട്ടിലേജിനസ് ഫിഷും ആൻഡ് കാർട്ടിലേജിനസ് ആൻഡ് ബോണി ഫിഷസ് തമ്മിലുള്ള കണക്ഷൻ ലിങ്ക് ആണ് ഖൈമീറ എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ ലങ് ഫിഷ്. Lungfish, it is a connection link between the fish and amphibians. Okay, adepole we can see the connection link between the reptiles as well as mammals, that is by platypus and echidna. Connection link between reptiles and mammals. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നോട്ട് എഴുതി എടുത്ത് പഠിച്ചോളണം. ബിക്കോസ് ദേ യൂസ് ടു ആസ്ക് നിയോപിലിന, പെരിപാറ്റസ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ദിസ് കണക്ഷൻ ലിങ്ക് വെൻ വി സി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദർ ഈസ് one evolutionary stage in this. അതായത് വൈറസിന് പ്രോട്ടീനും അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡും ഉണ്ട്. അതേപോലെ അത് ലിവിങ് ഓർഗാനിസത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ലിവിങ്ങിനും നോൺ ലിവിങ്ങിനും ഇടയിൽ കാണുന്ന ഒരു ഓർഗാനിസമാണ് വൈറസ്. നമുക്ക് മനസ്സിലാവും. യൂഗ്ലീന വന്നിട്ട് പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. As it has the photosynthetic pigment and sometime when they do heterotrophic mode of nutrition, it show the connecting link between the protista and plants and animals. Protista and plants and protista and animals. The next one, Proterospongia. Proterospongia എന്ന് പറയുന്നത് സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണ്. അത് പ്രോട്ടോസോവയും അതേപോലെ തന്നെ പോറിഫറയും സ്പോഞ്ചസും തമ്മിലുള്ള ഒരു ലിങ്കിനെയാണ് കാണിക്കുന്നത്. അതായത് പോറിഫറ സ്പോഞ്ചസിൽ കാണുന്ന ഒരു സ്പെഷ്യൽ സെല്ലാണ് കൊയാനോസൈറ്റ് എന്ന് പറയുന്നത്, ബൈഫ്ലാജുലേറ്റഡ് കൊയാനോസൈറ്റ്. ആ കൊയാനോസൈറ്റിന്റെ സിംഗിൾ വണ്ണാണ് പ്രോട്ടറോസ്പോഞ്ചിയ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നിയോപിലിന ഷെയർ ദ കോമൺ ക്യാരക്ടർ ഓഫ് അനലിഡ് ആൻഡ് മൊളസ്ക്. മൊളസ്കിന്റെ അനലിഡയുടെയും ക്യാരക്ടർ കാണിക്കുന്നതാണ് നിയോപിലിന എന്ന് പറയുന്നത്. അതുപോലെ പെരിപാറ്റസ് അനലിഡിന്റെയും ആർത്രോപോഡയുടെയും ക്യാരക്ടർ കാണിക്കുന്നത്. അതുകൊണ്ട് അനലിഡിൽ നിന്ന് ആർത്രോപോഡയിലേക്കുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് ഈ പെരിപാറ്റസ് നമുക്ക് പറയാം. അതുപോലെ ആർക്കിയോപ്റ്റെറിക്സ് റെപ്റ്റൈൽസിന് എന്താ പറയുക, ന്യൂമാറ്റിക് ബോൺസും അതേപോലെ വിങ്സും ഒക്കെ വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജ്, അതിനെയാണ് ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ കണക്ഷൻ ലിങ്ക് ബിറ്റ്വീൻ ദ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ബലാനോഗ്ലോസസ് കോഡേറ്റിനും നോൺ കോഡേറ്റിനും ഇടയിൽ കാണുന്ന ഹെമി കോഡേറ്റ ഗ്രൂപ്പിൽ വരുന്നതാണ് എന്താ ബലാനോഗ്ലോസസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതും നമുക്ക് എന്താണ് അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു കോഡേറ്റിലും നോൺ കോഡേറ്റിൻ്റെ ഒരു കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഖൈമീറ അതായത് കാർട്ടിലേജിനസ് ആൻഡ് ബോണി ഫിഷസ്. കാർട്ടിലേജിനസ് ഫിഷസിൻ്റെയും ബോണി ഫിഷസിൻ്റെയും രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണിക്കുന്നതുകൊണ്ടാണ് അതിന് ഖൈമീറ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലങ് ഫിഷ് അതായത് ഫിഷിന് ലങ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെഡി ടു കം ടു ദ ലാൻഡ് ആൻഡ് ഡു ദ റെസ്പിറേഷൻ ഇൻ ദ ലാൻഡ് ഓൾസോ. അത് ആംഫിബിയൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ platypus and echidna that show the characteristic features of both reptiles and mammals. So we can say that is a connection link between the reptile and mammal. Okay, so this is all about the this one connection link between two different organisms. Okay, connection link between ഈ കണക്ഷൻ ലിങ്ക് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു എവല്യൂഷണറി ഹിസ്റ്ററി. നമുക്ക് എവിഡൻസ് ഓഫ് എവല്യൂഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതേപോലെ തന്നെ എവിഡൻസ് ഓഫ് എവല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എറ്റാവിസം. എറ്റാവിസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല,
ഇപ്പൊ നമ്മുടെ പൂർവികരിലുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചിലപ്പോൾ കുറേ ജനറേഷനിലെ കണ്ടു എന്ന് വരില്ല. ദെൻ ആഫ്റ്റർ ദറ്റ് അഗെയിൻ ഇറ്റ് ഈസ് അപ്പിയറിങ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. അത് ഒരു ഫൈൻ ജനറേഷനിൽ വീണ്ടും ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ അറ്റാവിസം എന്ന് പറയും. ഞാൻ പറഞ്ഞു നമ്മളൊക്കെ എന്താ പറയാ, നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് ടെയിൽ ഉണ്ടായിരുന്നു. ആ ടെയില് പോയിട്ടാണ് ഇത് ഹ്യൂമൻ ആയത്, കോക്കിക്സ് റെഡ്യൂസ് ആയി പോയി. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ദർ ആർ സം പീപ്പിൾ, വെരി റെയർലി വി ക്യാൻ സീ ദ ടെയിൽ. അത് കാണിക്കുന്നത് എന്താണ്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ടെയിൽ ഉണ്ടായിട്ടല്ല ആ ടെയിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഡെവലപ്പ് ആയത്. കോക്കിക്സ് വാസ് അഗെയിൻ എലോങ്ങേറ്റഡ് ഇൻ വൺ ഫൈൻ ജനറേഷൻ. ഒരു പർട്ടിക്കുലർ ജനറേഷനിൽ അങ്ങനെ ഒരു വാല് ഡെവലപ്പ് ചെയ്തു. അത് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരുപാട് ബാക്കിലുള്ള പൂർവികരുടെ ഒരു ക്യാരക്ടറാണ്. അത് ഹിഡൻ ആയിരുന്നു, ആ നിയർ ബൈ ജനറേഷൻസിലൊക്കെ ഹിഡൻ ആയിരുന്നു. പക്ഷെ ഒരു പർട്ടിക്കുലർ ജനറേഷനിൽ അത് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്തു. അതിനെയാണ് നമ്മൾ അറ്റാവിസം എന്ന് പറയുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് നിപ്പിൾസ്, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അറ്റാവിസം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഇൻഡയറക്റ്റ് എവിഡൻസസ് ഫോർ ദ എവല്യൂഷൻ. എവല്യൂഷന്റെ ഇൻഡയറക്റ്റ് എവിഡൻസസ് ഇതാണ്. പിന്നെ എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന നാച്ചുറൽ സെലക്ഷൻ ഒക്കെ ഉണ്ട്. ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് സെഷൻ.